വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യൂണിക്കോൺ തീമിലെ ഒരു കേക്കാണ്. അത് ഒരു വാനിലയുടെ ഒരു കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വാനില ഉപയോഗിച്ചാണ് യൂണിക്കോൺ ഉണ്ടാക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ വാനിലയുടെ 1 kg ഞാൻ നേരത്തെ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ അതിനാവശ്യമായി ഞാൻ ഐസിങ് ആണ് ചെയ്യുന്നത്. അതിന് ആവശ്യമായി വിപ്പിംഗ് ക്രീം എടുക്കുക, 1 കപ്പ് എടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ എടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ, വരാതിരിക്കാൻ വേണ്ടിയാണ് അത്. ഞാനപ്പോൾ ക്രീം ഒഴിച്ചപ്പം കുറേ കട്ടകൾ കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ കട്ടകൾ വരാൻ പാടില്ല. അത് നല്ലതുപോലെ ഉടച്ച് പാല് പോലെ ഇരിക്കണം. കട്ടയൊന്നും വരാൻ പാടില്ല. അതിന് ആ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഉടയ്ക്കണം. എന്നാൽ തണുപ്പ് പോകാനും പാടില്ല. തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കട്ടയെല്ലാം ജസ്റ്റ് ഒന്ന് ഉടച്ച് പാല് പോലെ, ആ തണുപ്പും ഉണ്ടായിരിക്കണേ. അപ്പോൾ നല്ല കണ്ട ആ കട്ടയെല്ലാം പോയതാണ്. അതായത് കട്ട വെച്ചിരുന്നാൽ നമ്മൾ ക്രീം ആകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോവും. പിന്നെ ആ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സ്പീഡ് കൊണ്ട് 5th സ്പീഡ് വരെ. അതായത് ഫസ്റ്റ് സ്പീഡ് 1 മിനിറ്റിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് സ്പീഡ് വീണ്ടും 1 മിനിറ്റ് എടുക്കുക. പിന്നെ തേർഡ് സ്പീഡ് 30 സെക്കൻഡ് എടുക്കുക. 4th സ്പീഡ് 30 സെക്കൻഡ് എടുക്കുക. പിന്നെ 5th സ്പീഡ് 15 സെക്കൻഡ് മാത്രം മതി. അതിനിപ്പുറം ചില വിപ്പിംഗ് ക്രീമൊക്കെ നേരത്തെ ചിലപ്പോൾ ആയെന്നിരിക്കും. ഓരോ വിപ്പിംഗ് ക്രീമിനും ഓരോ രീതിയിലെ സമയമാണ്. അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി വേണം അതിൻ്റെ മിനിറ്റ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. കണ്ടോ ആ ബീറ്റർ എല്ലാം ഇപ്പോൾ കണ്ടോ, നല്ല ബീറ്റർ പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. കണ്ടോ, ആ ഒരു പാത്രം മറിച്ചിട്ടാൽ പോലും താഴോട്ട് വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ക്രീമിൻ്റെത്. കേട്ടോ, എത്ര താഴോട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ? നമ്മളിതിനകത്ത് ഒഴിച്ചപ്പോൾ എന്തായിരുന്നു? പാല് പോലെയല്ലേ ഇരുന്നത്. ആ പാല് പോലെ ഇരുന്ന ആ ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് കണ്ടില്ലേ, താഴോട്ട് വീഴാത്തത് കണ്ടോ? അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ അത് നമ്മളൊന്ന് മിക്സ് ചെയ്യണേ. അതായത് താഴെ എന്തെങ്കിലും മിക്സ് ചെയ്യാതെ വല്ലതും ക്രീമാകാതെ വെള്ളം പോലെ വല്ല ഇരിപ്പുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചോ സ്പാച്ചുല ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? കണ്ടോ, താഴോട്ട് വരാത്തത് കണ്ടോ? ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. പിന്നെ നമ്മൾ കാണിച്ച ആ സ്പഞ്ച് കേക്കില്ലേ, 1 kg വാനിലയുടെ സ്പഞ്ച് കേക്ക് കൊണ്ടാണ് യൂണിക്കോൺ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആ ഫ്ലേവറിലാണ്. യൂണിക്കോൺ പല രീതിയിൽ ഫ്ലേവറിൽ ഉണ്ടാക്കാം. ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഏത് ഫ്ലേവറിലും ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് വാനിലയുടെ 1 kg അത് ഉപയോഗിച്ച് യൂണിക്കോൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തു. കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ പൈപ്പിംഗ് ബാഗിനകത്തോട്ട് നമ്മൾ കുറച്ച് ക്രീം എടുക്കുക. ഞാൻ സാധാരണ ചില ആൾക്കാരൊക്കെ പൈപ്പിംഗ് ബാഗിലില്ലാതെ സ്പൂണിലെടുത്തിട്ട് ആ കേക്കിൻ്റെ പുറത്തോട്ടിട്ട് പിന്നെ സ്പാച്ചുല ഉപയോഗിച്ച് എടുക്കുക. പക്ഷേ അതാണെങ്കിൽ ഒത്തിരി ക്രീം ആവും നമുക്ക്. അതായത് ചില കസ്റ്റമർ പറയും ക്രീം അധികം വേണ്ട, കേക്കും അതിനനുസരിച്ചുള്ള ക്രീം മതിയെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു പൈപ്പിംഗ് ബാഗിനകത്ത് ഒരു നോസിലിട്ട് അതിനകത്ത് ഞാൻ ക്രീം എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചേ നമുക്ക് വിപ്പിംഗ് ക്രീം ആകത്തുള്ളൂ, കൂടുതൽ വിപ്പിംഗ് ക്രീം ആകത്തുമില്ല. അത് ആ ബേസിനകത്ത് ശകലം വിപ്പിംഗ് ക്രീം തേച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ച് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത് പിന്നെ അവിടെ ഒന്ന് റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്ത് ക്രീം എല്ലായിടവും ഒന്നാകണം. കണ്ട ചെറുതായിട്ടല്ലേ വരുന്നുള്ള ആ ഒരു ക്രീം. അപ്പോൾ അതനുസരിച്ച് ക്രീം അതിനകത്ത് വരുത്തുള്ളൂ, ഓവറാകത്തതും ഇല്ല ക്രീം. അത് സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് പിന്നെ സ്പാച്ചുല ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടോ ചുറ്റും ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പം അതിലുള്ള എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പ് ആവും. അങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് പിന്നെ ഇതിനകത്ത് ഞാനൊരു മിൽക്ക് മെയ്ഡ്
മിൽക്ക് മെയ്ഡൊന്നും വാനിലേക്ക് ചേർക്കാറില്ല. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ഉപയോഗിക്കുന്നു. ഒത്തിരി ഉപയോഗിക്കരുത്. ഷുഗറൊക്കെ ആവശ്യം അധികം ഇല്ലാത്തവർക്കൊന്നും അധികം വേണ്ട. കണ്ടോ, ഒഴിച്ചാൽ ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. ഐസ്ക്രീം തിന്നുന്ന പോലെ ഇരിക്കും, നല്ല രസമാണ് അത് തിന്നുമ്പോഴത്തേക്ക്. പിന്നെ വീണ്ടും അടുത്ത ലെയർ കേക്ക് വെച്ചു, ഷുഗർ സിറപ്പ് ഒഴിച്ചു. പിന്നെ വീണ്ടും ക്രീം എല്ലായിടവും ഇങ്ങനെ റൗണ്ട് ചെയ്ത് അപ്പോൾ എല്ലായിടവും വരികയും ചെയ്യും. റൗണ്ട് ചെയ്ത് എടുക്കണേ. അങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീമേ ആവുന്നുള്ളൂ കണ്ടോ. എന്നാൽ അത് ഫില്ലാവുന്നത് കൊണ്ട് ടേസ്റ്റും ഉണ്ടാവും. അധികം ആർക്കും ഇഷ്ടമല്ല ക്രീം ഒത്തിരി. കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എല്ലാവരും അല്ലേ കഴിക്കുന്നത്, മുതിർന്നവരും കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ ടോപ്പാണ് ആദ്യം ലെവൽ ചെയ്യുന്നത്. പിന്നെ സൈഡ് ഭാഗം ക്രീം ഉപയോഗിച്ച് കവർ ചെയ്യുക. അതും ഇങ്ങനെ കണ്ടോ, ആ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ചുറ്റിക്കുക. റൗണ്ട് ടേബിൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതിയേ. സ്ക്രാപ്പർ ഉപയോഗിച്ചാണ് ചെയ്യുമ്പോൾ അത് നല്ല ലെവൽ ചെയ്ത് നല്ല നീറ്റായിട്ട് വരും, നല്ല ഇതാവും. പിന്നെ യൂണിക്കോൺ തീമിന് റോസ് കളർ വേണേ. അതിന് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് 1 ഡ്രോപ്പ് റോസ് ഫുഡ് കളറാണ്, 1 ഡ്രോപ്പ് നേരിയ ഒരു കളർ മതി, ലൈറ്റ് റോസാണിത്. അതെല്ലായിടും ഒന്ന് സൈഡും ടോപ്പും എല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക. കണ്ടോ, നമ്മൾ ആദ്യം വൈറ്റ് ക്രീം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ റോസ് ക്രീം ഒത്തിരി വേണ്ടി വരും. അപ്പോൾ ഒത്തിരി കളർ അതിനകത്ത് വേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് വൈറ്റ് ക്രീം ആദ്യം നമ്മൾ ചെയ്ത് നല്ല ആക്കിയിട്ട് റോസ് 1 ഡ്രോപ്പ് ഇട്ട് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അധികം റോസ് കളർ വരത്തില്ല. കാരണം അതും ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചുറ്റിക്കുക. പിന്നെ മോൾ ഭാഗം സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് കറക്കി കൊടുക്കുക. കണ്ടോ, അതും ഒരു ലെവലായി മാറും, അതും ഒരു ഡിസൈനായി മാറും. കണ്ടോ, ഇതാണ് യൂണിക്കോണിൻ്റെ റോസ് കളറിലെ ഒരു കേക്ക്. പിന്നെ അതിന് ഡെക്കറേഷൻ ചെയ്യുക നമ്മൾ. യൂണിക്കോണിൻ്റെ ലേസർ പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ടോപ്പിലെല്ലാം വെക്കുക. 6th ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഹൃതികയുടേത്. കണ്ടോ, ഹൃതികയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. ബൈ.